आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫോർത്ത് സെമ്മിലെ സദാബഹാർ കഹാനിയ എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഒരു കഹാനിയാണ് അപരാധ്. ഈ കഹാനി എഴുതിയിരിക്കുന്നത് ഉദയപ്രകാശ്. അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധനായ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ ശൈലിയിലെ ഒരു കഥയാണ് അപരാധ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് നടന്ന ഒരു സംഭവം അദ്ദേഹം ജീവിതം മുഴുവൻ ആ ഓർമ്മയിൽ ദുഃഖിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് ഇതിലൂടെ പറയുന്നത്. എല്ലാവർക്കും സഹോദരന്മാരും സഹോദരികളും ഉണ്ടാവും. നമ്മൾ ചെറുപ്പകാലത്ത് പല വികൃതികളും പരസ്പരം കാണിച്ചിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ചില വികൃതികൾ നമുക്ക് ഹൃദയത്തിൽ തട്ടുന്ന ഒന്നായിരിക്കും. അത് ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടും. അപ്രകാരം ഒരു അനുഭവമാണ് ഉദയപ്രകാശനും ഉണ്ടായത്. വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് അപരാധ്. അപരാധം എന്ന് പറയുന്ന തലക്കെട്ടിനർത്ഥം തെറ്റ്, അപരാധം എന്നൊക്കെയാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. अपराध. मेरे भाई मुझसे 6 साल बड़े थे. आश्चर्य था कि पूरे गांव में सभी लड़के मुझसे 6 वर्ष बड़े थे. मैं इसलिए सबसे छोटा था और अकेला था. सब खेलते तो उनके पीछे मैं लग जाता. ഉദയപ്രകാശ് ഇവിടെ താൻ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ഏട്ടൻ, ജ്യേഷ്ഠൻ അദ്ദേഹത്തെക്കാളും 6 വയസ്സ് വലുതായിരുന്നു, മുതിർന്ന ആളായിരുന്നു. मेरे भाई मुझसे 6 साल बड़े थे. ആശ്ചര്യ था कि पूरे गांव में सभी लड़के मुझसे 6 वर्ष बड़े थे. അതുപോലെ തന്നെ ആ ഗ്രാമത്തിലെ, അദ്ദേഹം ജീവിച്ച കളിച്ചു വളർന്ന ആ ഗ്രാമത്തിലെ എല്ലാ ബോയ്സും അദ്ദേഹത്തിനേക്കാളും, ഉദയപ്രകാശിനേക്കാളും 6 വർഷം വലുതായിരുന്നു, 6 വയസ്സ് വലുതായിരുന്നു. അതാണ് ആശ്ചര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. मैं इसलिए सबसे छोटा था और अकेला था. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ ഏറ്റവും ചെറുത് ഞാനായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. सब खेलते तो उनके पीछे मैं लग जाता. എല്ലാവരും കളിക്കുന്ന സമയത്ത് ഞാനും അവരുടെ കൂടെ പോയി കളിക്കും. मेरे भाई बचपन से അപാഹിജിത്തെ. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ചെറുപ്പത്തിലെ പോളിയോ ബാധിച്ച് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ കാല് ഒന്ന് സ്വാധീനമില്ലാത്ത ആയിരുന്നു. അദ്ദേഹം മുടന്തിയാണ് നടക്കാറ്. അപാഹിജ് എന്ന് പറഞ്ഞാൽ ലങ്കട, പോളിയോ ബാധിച്ച് കാലിന് സ്വാധീനമില്ലാത്ത അവസ്ഥ, അതാണ് അപാഹിജ്. ഉൻകെ ഏക് പേർ മേ പോളിയോ ഹോ ഗയാ ത. പോളിയോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാലിന്, പോളിയോ ബാധിച്ച്. ലേക്കിൻ വേ ബഹുത് സുന്ദർ തെ. ഉദയപ്രകാശ് പറയാണ്, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ലങ്കടയാണെങ്കിലും അതുപോലെ പോളിയോ ബാധിച്ച് ഒരു കാലിന് സ്വാധീനമില്ലെങ്കിലും
അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനെ കാണാൻ വളരെ സുന്ദരനായിരുന്നു. എപ്രകാരമാണ് ദേവതാവും കി തര. ഉദയപ്രകാശ് പറയാണ് തൻ്റെ ജ്യേഷ്ഠൻ ദേവന്മാരെ പോലെയാണ് കാണാൻ. वे आसपास के कई घावों में सबसे अच्छे तैराक थे और उनके हाथ के पंजों की लड़ाई में कोई नहीं हार सकता था. गुस्से से नारियल और ईंटें തോട് देते थे. അതുപോലെ തന്നെ ജ്യേഷ്ഠന് ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു. ഉദയപ്രകാശ് പറയുകയാണ്, വേ ആസ്പാസ് കെ കൈ ഘാവോ മേ സബ്സെ അച്ഛേ തൈറാക്ക് തേ. തൈറാക്ക് എന്ന് പറഞ്ഞാൽ സ്വിമ്മറാണ്. നന്നായിട്ട് നീന്താൻ അറിയുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ എന്നാണ്. ആ ഗ്രാമത്തിലെ അടുത്തൊന്നും അത്രയ്ക്ക് നീന്തുന്ന ആരുമില്ല. വേ ആസ്പാസ് കെ കൈ ഘാവോ മേ സബ്സെ അച്ഛേ തൈറാക്ക് തേ. തൈറാക്ക് എന്ന് പറഞ്ഞാൽ സ്വിമ്മർ, നീന്താൻ അറിയുന്ന ആൾ. और उनको हाथ के पंजों की लड़ाई में कोई नहीं हरा सकता था. അതുപോലെ തന്നെ ഉദയപ്രകാശ് പറയാണ് അദ്ദേഹത്തിന് മറ്റൊരു കഴിവും കൂടിയുണ്ട്. പഞ്ചോക്കി ലടായ്മ. പഞ്ചോക്കി ലടായി എന്ന് പറഞ്ഞാൽ പഞ്ച പിടിക്കുക. ഈ പഞ്ച പിടിക്കുന്ന യുദ്ധത്തിലും ആർക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിച്ചിരുന്നില്ല ചെറുപ്പത്തിൽ. അതുപോലെ തന്നെ ഘൂസേസെ നാരിയൽ ഓർ ഈണ്ടെ തോട് തേത്തേത്തെ. ഇങ്ങനെ കൈകൊണ്ട് ഇടിച്ചിട്ട്, ഘൂസേസ് എന്ന് പറഞ്ഞാൽ പ്രഹാർ കർണ, ഇടിക്കുക. നാരിയൽ ഓർ ഈണ്ടെ തോട് തേത്തേത്തെ. തേങ്ങയും ഇഷ്ടികയൊക്കെ പൊട്ടിച്ചിരുന്നു കൈകൊണ്ട് ഇങ്ങനെ ഇടിച്ചിട്ട്, തല്ലിയിട്ട്. അപ്പം അദ്ദേഹം കാണാൻ സുന്ദരനാണ്, അദ്ദേഹത്തിന് ഒരു കാലിന് സ്വാധീനമില്ല എന്നൊന്നും ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം നീന്താൻ മിടുക്കനായിരുന്നു, പഞ്ചഗുസ്തിക്ക് മിടുക്കനായിരുന്നു. അതുപോലെ തേങ്ങയും ഇഷ്ടികയൊക്കെ അദ്ദേഹം ഒരു കൈ ഉപയോഗിച്ചിട്ട് അടിച്ച് പൊട്ടിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും കഴിവുകളുള്ള ഒരു ജ്യേഷ്ഠനായിരുന്നു ഉദയപ്രകാശിൻ്റേത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. जबकि मैं दुबला पतला था, कमज़ोर और चिड़चिड़ा, मुझे अपने भाई से ईर्ष्या होती थी क्योंकि उनके बहुत सारे दोस्त थे. ഉദയപ്രകാശ് പറയുകയാണ്, ഞാൻ വളരെ മെലിഞ്ഞ് ഒരവസ്ഥയിലുള്ള ശരീരമായിരുന്നു എൻ്റേത്. ദുബല പത്ല, മെലിഞ്ഞ് കോല് പോലെയുള്ള ശരീരം. കംസോർ ഓർ ചിടിച്ചിട, ദുർബലമായ ശരീരം. കംസോർ എന്ന് പറഞ്ഞാൽ ദുർബൽ. അതുപോലെ ചിടിച്ചിട എന്ന് പറഞ്ഞാൽ മുൻകോപിയുമായിരുന്നു. ഞാൻ വല്ലാതെ കോപിക്കുമായിരുന്നു. എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്ന ഒരു പ്രകൃതമായിരുന്നു എൻ്റേത്. മെലിഞ്ഞ ശരീരവും ബലഹീനതയുള്ള ശരീരം, അതുപോലെ ഭയങ്കര ദേഷ്യമുള്ള സ്വഭാവക്കാരൻ. ചിടിച്ചിട, മുൻകോപി, गुस्सा करने वाला. मुझे अपने भाई से ईर्ष्या होती थी क्योंकि उनके बहुत सारे दोस्त थे. എനിക്ക് എൻ്റെ ജ്യേഷ്ഠനോട് അസൂയ തോന്നുമായിരുന്നു. ഈർഷ്യ, ജലസിയാണ് അസൂയ. ക്യോങ്കി ഉനക്ക് ബഹുത് സാരെ ദോസ്ത് थे. അത് എന്തുകൊണ്ടാണ് അസൂയ എന്ന് വെച്ചാൽ, എൻ്റെ ജ്യേഷ്ഠന് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ ജ്യേഷ്ഠന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജ്യേഷ്ഠനോട് ഭയങ്കര അസൂയ ഉണ്ടായിരുന്നു. मैं सबसे छोटा था इसलिए मैं भाई के लिए एक उत्तरदायित्व की तरह था. मैं सबसे छोटा था, ഞാൻ വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ मैं भाई के लिए, ഭായിയെ സംബന്ധിച്ച്, ജ്യേഷ്ഠനെ സംബന്ധിച്ച് एक उत्तरदायित्व की तरह था, ഒരു ഉത്തരവാദിത്വം പോലെ ആയിരുന്നു ഞാൻ, അതായത് ഉദയപ്രകാശ്. അതായത് ഉദയപ്രകാശിനെ ജ്യേഷ്ഠന് തൻ്റെ അനിയൻ ഒരു ഉത്തരവാദിത്വമായിരുന്നു. അതായത് അത്രയ്ക്കും സ്നേഹമായിരുന്നു അനിയനോട്.
वे मुझसे प्यार करते थे और मेरे प्रति उनका रूख एक संरक्षक की जिम्मेदारी जैसा था. അദ്ദേഹം എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. और मेरे प्रति उनका रूख एक संरक्षक की जिम्मेदारी जैसा था. അതുപോലെ തന്നെ ഒരു സംരക്ഷകനായിരുന്നു. അതൊരു ഉത്തരവാദിത്വം പോലെയാണ് ഏട്ടൻ കണ്ടിട്ടുള്ളത്. എന്നോടുള്ള സ്നേഹവും എന്നെ വളരെ കാത്തു സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്ന ഒരു ജ്യേഷ്ഠനായിരുന്നു. सब खेलते और मैं छोटा होने के कारण अकेला पड़ जाता तो भाई आकर मेरी मदद करते. സബ് ഖേൽത്തെ എല്ലാവരും കളിക്കുന്ന സമയം ഒരു മേ ചോട്ട ഹോനേക്കെ കാരൻ ഞാൻ വളരെ ചെറുതാണല്ലോ, അപ്പോൾ മുതിർന്നവരവരും എന്നെ കളിക്കാൻ കൂട്ടാറില്ല ചെറുതായത് കൊണ്ട്. കാരണം അതിപ്പോൾ ജ്യേഷ്ഠന്മാർ അന്യന്മാരെ കളിപ്പിക്കാൻ വിടില്ല, എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റുമെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ വേറെ ആരും കൂട്ടാറുമില്ല. അതുകൊണ്ട് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഉദയപ്രകാശൻ. അക്കേല പഠിച്ചാത്തോ ഭായി ആക്കർ മേരി മദത് കർത്ത്. പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ സഹായിക്കുമായിരുന്നു. ഞാൻ എപ്പോഴൊക്കെ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ജ്യേഷ്ഠൻ എൻ്റെ അടുത്ത് വന്ന് എന്നെ സഹായിക്കുമായിരുന്നു. മദത് കർത്തേത്തെ. ജോഡി ഓർ पाली वाले कई खेलों में वे मुझसे अपनी पाली में शामिल कर लेते थे. ഒരുപാട് കളികൾ ഇന്ന് അന്യം നിന്ന് പോയിട്ടുണ്ട്. പണ്ടൊക്കെ കളിച്ചിരുന്ന കളിയാണ് കുട്ടിയും കോലും. അങ്ങനെ ഒരുപാട് ഇതാണ് കുട്ടിയും കോലും. അതുപോലെ പഞ്ചഗുസ്തി, നീന്തി കളിക്കൽ, ഇങ്ങനത്തെ ഒരുപാട് കളികളുണ്ടായിരുന്നു. അതൊക്കെ അന്യം നിന്ന് പോയി. കോട്ടിക്കളി. അപ്പോൾ ഈ ജോഡി ഓർ പാലിവാലെ കൈ ഖേലോമായി, ഇത് ജോഡി ഓർ പാലിവാല എന്ന് പറഞ്ഞാൽ ഒരു തരം പണ്ട് കാലത്തൊക്കെ കുട്ടികൾ കളിച്ചിരുന്ന കളികളാണ്. ജോഡി ഓർ പാലിവാലെ കൈ ഖേലോമേ, അപ്രകാരമുള്ള കളികളിലൊക്കെ വേ മുझे अपनी പാലി में ഷാമിൽ കർ ലേത്തെ थे. അവരുടെ സൈഡ് ഒരു ടീമായിട്ടൊക്കെയാണ് അത് കളിക്കുക. അപ്പം പാലി എന്ന് പറഞ്ഞാൽ സൈഡ് എന്നുള്ള ഒരു അർത്ഥമാണ്. എന്ത് കളി കളിക്കുകയാണെങ്കിലും വേ മുझे അദ്ദേഹത്തിൻ്റെ, അതായത് ജ്യേഷ്ഠൻ കളിക്കുന്ന സമയത്ത്, ഈ കളികളൊക്കെ കളിക്കുന്ന സമയത്ത് ജ്യേഷ്ഠൻ തന്നെ ജ്യേഷ്ഠൻ്റെ സൈഡിൽ പാലിമേ ഷാമിൽ കർത്തേത്തെ, അദ്ദേഹത്തിൻ്റെ കൂടെ കളിപ്പിക്കും, പങ്കാളിയാക്കും. ഷാമിൽ കർണ. कोई दूसरा लड़का अपनी पाली में मुझे शामिल करके हार का खतरा नहीं उठाना चाहता था. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജ്യേഷ്ഠൻ്റെ ടീമിൽ അനിയനെ കൂട്ടും, പങ്കാളിയാക്കും കളിയിൽ. മറ്റുള്ളവർ കൂട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അപകടം അറിയാം. എന്താ അപകടം? കോയി ദൂസറ ലടുക്ക അപ്പനി പാലിമേ, മറ്റുള്ളവർ അവരുടെ സൈഡിൽ അവരുടെ ടീമിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, അവർ ഇവനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, ഉദയപ്രകാശിനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ടീം തോറ്റുപോകും. അതുകൊണ്ട് ആ ഒരു റിസ്ക് മറ്റുള്ളവർ എടുക്കാറില്ല. അക്സർ ഭായി മേരി വജഹ്സെ ഹി ഹാർത്തെ, പലപ്പോഴും ഞാൻ കാരണമാണ് എൻ്റെ ജ്യേഷ്ഠൻ പരാജയപ്പെടാറ് കളിയിൽ. ഫിർ ബി വേ മുജ്സെ കബി കുച്ച് നഹി കർത്തെ തെ, എന്നിട്ടും ജ്യേഷ്ഠൻ എന്നോട് ഒന്നും പറയാറുണ്ടായിരുന്നില്ല, ദേഷ്യപ്പെടാറുണ്ടായിരുന്നില്ല. മേ ഉൻകി ജിമ്മദാരി താ ഓർ വ ഉസെ നിഭാന ചാത്തെ തെ. കാരണം എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടാത്തത്? അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു അനിയനായ ഉദയപ്രകാശ്. ഓർ വ ഉസെ നിഭാന ചാത്തെ തെ, അത് നിർവഹിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്, ആ ജിമ്മദാരി. കാരണം അനിയനായതുകൊണ്ട് സ്നേഹിക്കാനുള്ള ഒരാളാണ്, രക്തബന്ധമാണ്. ചീത്ത പറയാനോ അടിക്കാനോ കച്ചറ കൂടാനോ പാടില്ല എന്ന് ജ്യേഷ്ഠന് നന്നായിട്ട് അറിയാമായിരുന്നു. ജഹാ തക്ക് മുझे യാദ് ഹൈ ഉन्होंने കബി മുझे नहीं മാറാ. എത്രത്തോളം എനിക്ക് ചെറുപ്രായം ഓർമ്മയുണ്ടോ, ഉन्होंने കബി മുझे नहीं മാറാ, എനിക്ക് അറിയാം എന്നെ ഒരിക്കലും അടിക്കാൻ ശ്രമിച്ചിട്ടില്ല, ഒരിക്കലും അടിച്ചിട്ടില്ല. ജോ കുച്ച് मैं बताने जा रहा हूँ,
उसका संबंध भाई और मुझसे ही है. ഞാൻ എന്തൊക്കെയാണോ പറയാൻ പോകുന്നത്, ഉദയപ്രകാശ് പറയാണ്, ഞാൻ എന്തൊക്കെയാണോ ഇവിടെ വ്യക്തമാക്കാൻ പോകുന്നത്, അത് ഉസ്ക സംബന്ധ ഭായി ഓർ മുസ്സെ ഹി ഹെ, ഞാനും എൻ്റെ ജ്യേഷ്ഠനും തമ്മിലുള്ള ബന്ധമാണ്, ഞങ്ങൾക്കിടയിൽ സംഭവിച്ച ഒരു കാര്യമാണ്. യെ ബഹുത് മഹത്വപൂർണ്ണ ഘടന ഹെ. എന്നെ സംബന്ധിച്ച് ഇത് എൻ്റെ ജീവിതം ബന്ധപ്പെട്ട് എൻ്റെ മഹത്വപൂർണ്ണമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഘടനയാണ്. ऐसी घटना जो जीवन भर आपका साथ नहीं छोड़ती और अक्सर स्मृति में बीच बीच में कहीं अचानक सुलगने लगती है किसी अंगारे की तरह. ഈ ഒരു സംഭവം ജീവിതം മുഴുവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, നമ്മളെ വിട്ടു പോവില്ല. അപ്രകാരം ഒരു സംഭവമാണ്. എപ്പോഴും ഓർമ്മകളിൽ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് സുലഗ്നയിലെത്തി. സുലഗ്ന എന്ന് പറഞ്ഞാൽ ജലന, കത്തുക, തീ പോലെ കത്തുന്ന ഒരു വേദനയായിട്ട് അനുഭവപ്പെടാറുണ്ട്. കിസി അങ്കാരയ്ക്ക് തരാം. അതുപോലെ അങ്കാരെ എന്ന് പറഞ്ഞാൽ തീപ്പൊരിയാണ്. തീപ്പൊരി പോലെ ചിലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയിൽ വരാറുണ്ട് ഈ സംഭവം. ഹുവ ഉസ് ദിൻ യഹ് കി മേ ഭായി കെ സാത്ത് ഖേൽനെ ഗയ. उस दिन बारिश हो चुकी थी. और शाम की ऐसी धूप फैली हुई थी जो शरीर में उल्लास भरा करती है. ऐसे में कोई भी खेल बहुत तेज, गतिमय और सम्मोहक हो जाता है. അങ്ങനെ ഇവിടെ ഉദയപ്രകാശ് തൻ്റെ ആ സംഭവം, ബാല്യകാലത്ത് നടന്ന അനിയൻ ആയ ഉദയപ്രകാശ് ജ്യേഷ്ഠനും സ്നേഹിച്ച് കളിച്ച് നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. അന്ന് വളരെ ബാരിഷ് ഹോ ചുക്കി തി, മഴയൊക്കെ പെയ്തു കഴിഞ്ഞിരുന്നു. और शाम की ऐसी धूप फैली हुई थी जो शरीर में उल्लास भरा करती है. ആ മഴ പെയ്തു കഴിഞ്ഞതിന് ശേഷമുള്ള വൈകുന്നേരങ്ങളിലുള്ള ആ വളരെ വെയിൽ വന്നിട്ട് ആകെ പരന്ന് കിടക്കുകയാണ്. മഴ കഴിഞ്ഞതിന് ശേഷമുള്ള ആ വെയിൽ വളരെ ഒരു ഉല്ലാസം, ഒരു ഉത്സാഹം തോന്നുന്ന ഒരു അന്തരീക്ഷം. जो शरीर में उल्लास भरा करती है. ऐसे में कोई भी खेल बहुत तेज, गतिमय और सम्मोहक हो जाता है. ആ ഒരു അന്തരീക്ഷം, മഴ പെയ്ത് ഭൂമിയൊക്കെ നനഞ്ഞ് ഒരു വെയിൽ വരുന്ന സമയം, വൈകുന്നേരം, അത്ര സ്ട്രോങ് അല്ലാത്തൊരു വെയിൽ, ആ സമയം കോയിബിക്കൽ എന്ത് കളി കളിക്കുകയാണെങ്കിലും ഭയങ്കര തേസ്, ഗതിമായി, ഒരു സമൂഹമൊക്കെ വെച്ച് സജാത്ത, വളരെ തേസ പോലെ സ്പീഡ്, ഗതിമയം, ഒരു ഗതി കിട്ടുന്ന വളരെ സ്പീഡ്, എന്തിനും ഒരു ഉത്സാഹം, ഉണർവ് ഒക്കെ ലഭിക്കുന്നൊരു സമയം. സഭി ലड़के ഖഡ്ബൽ ഖേൽ രഹേ थे. ഈ ഖഡ്ബൽ എന്ന് പറയുന്ന കളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുട്ടിയും കോലും, അതാണ് ഖഡ്ബൽ. സഭി ലड़के ഖഡ്ബൽ ഖേൽ രഹേ थे, ഇതാണ് ഖഡ്ബൽ, കുട്ടിയും കോലും. ലക്കടി की छोटी छोटी डंडियां हर लड़के के पास थी. എല്ലാവരുടെ അടുത്തുണ്ടായിരുന്നു ഡണ്ടി, അത് അടിക്കുന്ന ആ ഒരു വടി കഷ്ണമാണ്. ഹർ ലड़के के पास, എല്ലാ ബോയ്സിൻ്റെ അടുത്തുണ്ടായിരുന്നു ലക്കടിക്ക് ചോട്ടി ചോട്ടി ഡണ്ടിയ, വടിയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ, ഡണ്ടി എന്ന് പറയും, അടിക്കാൻ ഉപയോഗിക്കുന്നത്. पूरी ताकत से खड़बल को ज़मीन पर आगे की ओर गति देते हुए सीधे मारा जा रहा था. അത് പൂരി താക്സ്, വളരെ ശക്തിയോടെ കൂടിയാണ് അത് അടിച്ച് ദൂരേക്ക് അടിക്കേണ്ടത് ഭൂമിയിൽ നിന്ന്.
ताकत और संवेग से नम धरती पर गिरा हुआ खडबल गुलाटियां खाते हुए बहुत दूर तक जाता था. അത് നിലത്ത് അടിച്ചിട്ട് അത് ഉയരുന്ന സമയത്ത് വളരെ ശക്തി ഉപയോഗിച്ചിട്ട് വേണം അതിനെ അടിക്കാൻ. അപ്പോൾ അത് വളരെ ദൂരത്ത് പോകുമെന്നാണ് ഉദയപ്രകാശ് പറയുന്നത് അടിക്കുന്ന സമയത്ത്. ഇതൊക്കെ പണ്ട് കളിച്ചിരുന്ന കളികളാണ്. मुझमें न इतनी ताकत थी, न मैं इतना बड़ा था कि खडबल उतनी दूर तक पहुंच जाता. जबकि वहाँ एक होड़, एक പ്രതിദ്വന്ദ്വിത शुरू हो चुकी थी. അപ്പോൾ ഇപ്രകാരമാണ് വളരെ ശക്തിയായിട്ട് ഉപയോഗിച്ച് കളിക്കേണ്ട ഒരു കളിയാണ്. ഭൂമിയിൽ അടിച്ചിട്ട് അത് ഉയരുന്ന സമയത്ത് അതിനടിച്ച് ദൂരേക്ക് അടിച്ച് പോകണം. അപ്പോൾ അപ്രകാരം ഒരു ശക്തി ആർക്കില്ല, നമ്മുടെ ഉദയപ്രകാശിനില്ല എന്നാണ് പറയുന്നത്. മുജ്മേ നാ ഇത്തനി താക്കത്തി നാ മേ ഇത്തന ബടാ താക്കി ഖഡബൽ ഉത്തനി ദൂർ തक पहुंच जाती. എനിക്ക് ഹൈറ്റും ഇല്ല, ഞാൻ അത്ര വലുതുമല്ല അത്രയ്ക്ക് ദൂരത്തേക്ക് അടിച്ച് തെറിപ്പിക്കാൻ. जबकि वहाँ एक होड़, एक प्रतिद्वंद्विता शुरू हो चुकी थी. അതൊരു വലിയൊരു മത്സരമായിട്ട്, ഒരു വാശി പോലെ ആയി മാറിയിരുന്നു ആ കളി. അത്രയ്ക്കും ദൂരത്തേക്ക് അടിച്ച് പോക്കുക എന്ന് പറയുന്നത് കളിക്കുന്ന സമയത്ത് ഭയങ്കര വാശി പോലെ ആയിരുന്നു. कोई भी हारना नहीं चाहता था. ആരും തോൽക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. एक ऐसा खेल था जिसमें कोई പാലി नहीं होती. ഈ കുട്ടിയും കോലും കളിക്കുന്ന സമയത്ത് മറ്റു കളിയിലൊക്കെ എന്തുണ്ട്, ഓരോ സൈഡ് ഒരു ടീമുണ്ടാവും, വ്യത്യസ്ത ടീമുകളുണ്ടാവും, അവർ തമ്മിൽ എതിർ ടീമുകളായിട്ടാണ് കളിക്കുക. പക്ഷേ ഈ കേസാ കേൾത്ത ജിസ്മേ കോയി പാലി നഹി ഹോത്തി, ഒരു വശം ഇല്ല, ഒരു ടീമില്ല, ഒരു സൈഡില്ല. കോയി കിസിക്ക ജോഡിദാർ നഹി ഹോത്ത, ആരുടെയും ജോഡിയുമല്ല. ഹർ കോയി അപ്പനെ അക്കേലി ക്ഷമതാസെ ലഡ്ത്ത. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഈ ഖഡബൽ എന്ന് പറയുന്ന, ഈ കുട്ടിയും കോലും എന്ന് പറയുന്ന ഈ കളിയുടെ പ്രത്യേകത എന്ന് പറയുന്നാൽ ഒറ്റയ്ക്കാണ് കളിക്കേണ്ടത്, സ്വന്തം കഴിവ് ഉപയോഗിച്ചിട്ടാണ് കളിക്കേണ്ടത്. ഇത് ടീമായിട്ട് കളിക്കാൻ സാധിക്കില്ല. ബായ് ബി ഉസ് ഖേൽ മേ ഡൂബ് ഗയേ थे. എൻ്റെ ജ്യേഷ്ഠനും ആ കളിയിൽ, ആ ലഹരിയിൽ പെട്ടിരുന്നു, ആ കളിയിൽ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് എന്താ? ജ്യേഷ്ഠനും ആ കളി വാശി, അത് ജയിക്കാനുള്ള വാശി ജ്യേഷ്ഠനും വന്നു. വേ കൈ ബാർ പിछड़ रहे थे, इसलिए गुस्से और तनाव में और ज़्यादा ताकत से खडबल फेंक रहे थे. പലപ്പോഴും പല തവണയായിട്ട് അദ്ദേഹം പിന്നിലായി കളിയിൽ. പിച്ചട രഹത്ത് എന്ന് പറഞ്ഞാൽ പിന്നിലാവുക. ഇസ്ലിയെ ഗുസ്സെ ഓർ തനാവുമേ ഒരു ജ്യാദ താക്കത്ത് സെ ഖഡബൽ ഫേങ്ക് രഹത്തെ. അതുകൊണ്ട് തന്നെ വളരെ ദേഷ്യവും ടെൻഷനും, തനാവ് ടെൻഷൻ, ഗുസ്സെ ദേഷ്യം, ഒരു ജ്യാദ താക്കത്ത് വളരെ ശക്തിയോടുകൂടി ആ കളിക്കുമായിരുന്നു. കടബൽ എറിയുമായിരുന്നു, അല്ലെങ്കിൽ അടിച്ച് തെറിപ്പിക്കുമായിരുന്നു. വേ മുझे ഭുലാ ചുക്കേ थे. പക്ഷേ എൻ്റെ സങ്കടം എന്താ? അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠൻ എന്നെ മറന്നിരുന്നു, എൻ്റെ കാര്യം. കാരണം വലിയ ഉത്തരവാദിത്തമാണെന്നൊക്കെ പറഞ്ഞിരുന്നു, സ്നേഹമായിരുന്നു. പക്ഷേ ഈ കളിയിൽ ബിസി ആയപ്പോൾ ജ്യേഷ്ഠൻ എന്നെ മറന്നു. ഓർ മേ അക്കേല छूट गया था. ഞാൻ ഒറ്റയ്ക്കായി. 6 വർഷ പീछे, 6 വർഷം പിന്നോട്ട്, 6 വർഷം മുന്നേ. കംസോർ,
ബലഹീനനായ അദ്ദേഹത്തെ അത് ഓർത്തുകൊണ്ട് പറയുകയാണ്. 6 വർഷം മുന്നേയുള്ള ആ കംസോർ, ബലഹീനനായ, മെലിഞ്ഞ ഞാൻ, ഉദയപ്രകാശ്. उस दिन उस खेल में शामिल होने के लिए मुझे 6 वर्षों की दूरी पार करनी पड़ती, जो मैं नहीं कर सकता था. എനിക്കിനി ആ കളിയിലേക്ക്, ആ കളിയുടെ ഒരു ഭാഗമായിട്ട് മാറണമെങ്കിൽ എനിക്ക് 6 വർഷോं की दूरी, 6 വർഷത്തെ ആ ദൂരം കടക്കേണ്ടി വരും, പിന്നോട്ട് പോകേണ്ടി വരും എന്നാണ് പറയുന്നത്. ജോ മേ നഹി കർ സക്താ താ, എനിക്കത് സാധിക്കില്ല. ഭായ് ജീത്നെ ലഗേ തെ, ഭായ്, അദ്ദേഹം ഓർക്കുകയാണ്, ആ കളിയിൽ ജയിക്കാൻ തുടങ്ങിയിരുന്നു, ജയിക്കാൻ തുടങ്ങി. ഉൻക ചെഹറ ഖുഷി ഓർ ഉത്തേജന മേ ദഹക് രഹാ താ, വളരെ ജോഷ്, വളരെ ഉത്സാഹത്തോടുകൂടി അദ്ദേഹം കളിക്കാൻ തുടങ്ങി. വളരെ സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാൻ സാധിക്കുമായിരുന്നു, അത് തിളങ്ങുന്നുണ്ടായിരുന്നു, മുഖത്ത് കാണാമായിരുന്നു. ഉन्होंने एक बार भी मेरी ओर नहीं देखा, ഒരു തവണ പോലും അദ്ദേഹം എൻ്റെ അടുത്തേക്ക് നോക്കിയില്ല, ഈ കളിയിൽ മുഴുങ്ങിപ്പോയി. വേ മുझे पूरी तरह भूल चुके थे, കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം पूरी तरह भूल चुके थे, മറന്നിരുന്നു. मुझे पहली बार ये लगा कि मैं वहाँ कहीं नहीं हूँ, എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫീലിംഗ് വന്നു, ഞാൻ അവിടെ ഒന്നുമില്ല എന്ന്. മുझे पहली बार ये लगा कि मैं वहाँ कहीं नहीं, ഞാൻ അവിടെ ഒന്നുമല്ല എന്ന് എനിക്ക് ആദ്യമായിട്ട് തോന്നി. മുझे റോന, ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഫീലിംഗ് വന്നു, എനിക്ക് ആരുമില്ല എന്നുള്ളൊരു ഫീലിംഗ് വന്നു എന്നാണ് ഉദ്ദേശിച്ചത്. മുझे റോന ആ രഹാ താ, എനിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. और भाई के प्रति मेरे भीतर एक बहुत जबरदस्त പ്രതികാർ पैदा हो रहा था, അതുപോലെ തന്നെ ഏട്ടനോട് എനിക്ക് എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ഉള്ളിൽ, ഭീതർ एक बहुत, വളരെ വലിയ, ജബർദസ്ത് പ്രതികാർ, ഭയങ്കരമായിട്ടുള്ള പ്രതികാരം ഉടലെടുക്കുന്നുണ്ടായിരുന്നു. पैदा हो रहा था, ഉടലെടുക്കുക, പൊട്ടിമുളയ്ക്കുക. मैं अपने खड़बल को अकेला अलग खड़ा हुआ एक पत्थर पर पटक रहा था, ഞാൻ ആ കുട്ടിയും കോലും എടുത്ത്, ഞാൻ എൻ്റെ കുട്ടിയും കോലും എടുത്ത് അഖേല, ഒറ്റയ്ക്ക്, അലഗ് ഖടാ ഹുവ എക് പത്തർ പർ, അവിടെ ദൂരത്തായിട്ട് കിടക്കുന്ന കല്ലിൻ്റെ മുകളിൽ പടക് രഹാ താ, എറിഞ്ഞു കളിക്കുകയായിരുന്നു, അടിച്ചു കളിക്കുകയായിരുന്നു. मैं ईर्ष्या, आत्महीनता, उपेक्षा और नगण्यता की आंच में झुलस रहा था, ഞാൻ എനിക്ക് ആ നിമിഷം എനിക്ക് ഉണ്ടായ കാര്യങ്ങളാണ്. അസൂയ, ആത്മഹീനത, ഉപേക്ഷ, നഗണ്യത കി ആഞ്ച് മേ ഝുലസ് രഹാ താ, അതിൽ കിടന്ന് വെമ്പുക, അതായത് അസൂയയും ഉപേക്ഷയിലും നഗണ്യതയിലും ആത്മീയതയിലൊക്കെ കിടന്ന് അദ്ദേഹം വളരെ ദുഃഖിതനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ വേദനിച്ചൊരു നിമിഷം. നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി നമ്മോട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്കത് വളരെ വേദന ആണ് ഫീൽ ചെയ്യുക. ആ സമയത്ത് നമുക്ക് വെറുപ്പും പ്രതികാരവും ഒക്കെ തോന്നും. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ ലേഖകനും തോന്നിയത്.
तभी अचानक मेरा खड़बल चट्टान से टकराकर ഉച്ഛല और सीधे मेरे माथे पर आकर लगा. ഈ ചട്ടാൻ എന്ന് പറഞ്ഞാൽ പാറക്കെട്ടാണ്. ആ ഒരു വാശിയും ദേഷ്യവും സങ്കടമൊക്കെ വെച്ചുകൊണ്ട് അടിച്ചു കളിക്കുകയായിരുന്നല്ലോ കല്ലുമുല്ല്. പെട്ടെന്ന് ആ കടുബൽ, കുട്ടി എന്ന് പറയുന്ന കുട്ടിയും കോലും എന്ന് പറയുന്ന കളിയിൽ വടി കോലും കഷ്ണം ആ പാറക്കെട്ടിൻ്റെ മുകളിൽ തട്ടിയിട്ട് ഉച്ഛല ഓർ സീത കുതിച്ചുയർന്നുകൊണ്ട്, ഉച്ഛല എന്നാണ് കുതിച്ചുയർന്നുകൊണ്ട്, സീതയെ നേരെ എൻ്റെ മാത്തേപ്പറാക്കറിലക, എൻ്റെ നെറ്റിയിൽ വന്നിട്ട് തട്ടി. മാത്ത ഫൂട്ട് ഗയ ഓർ ഖൂൻ ബഹനെ ലഗ, എൻ്റെ നെറ്റി പൊട്ടി രക്തം ഒഴുകാൻ തുടങ്ങി. मैं चीका तो भाई मेरी और दौड़े, ഞാൻ നിലവിളിച്ചു. ചീക്കണ നിലവിളിക്കുക. അത് കേട്ട് ഭായി മേരി ഓർ ദൗഡെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഖേൽ ബീച്ച് മേ ഹി റുഗയാത്ത, അതിനിടയിൽ കളിയും നിന്നു. ഇത് കണ്ടിട്ട് കളി അവിടെ അവസാനിപ്പിച്ചിട്ടാണ് ഏട്ടൻ അവൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്. ഒരു ജ്യേഷ്ഠൻ ചോദിച്ചു, ക്യാ ഹുവാ ക്യാ ഹുവാ? ഭായ് ഘബരാ ഗയത്തെ, ഏട്ടൻ വളരെ പേടിച്ച് ഭയന്നിരുന്നു. ഓർ മേരെ മാത്തയേക്കോ അപ്നി ഹത്തേലി സെ ദബാ രഹേത്തെ, എന്നിട്ട് ജ്യേഷ്ഠൻ എന്താ ചെയ്തത്? എൻ്റെ നെറ്റി തൻ്റെ ഉള്ളം കൈ വെച്ചിട്ട് ദബാ രഹേത്തെ, ഉയ്യുന്നുണ്ടായിരുന്നു. മേര ഗുസ്സ മിട്ടാ നഹീത്ത, എൻ്റെ അങ്ങനെ ഒന്നും ചെയ്തിട്ട് ഉഴിഞ്ഞു തരിക ഒക്കെ ചെയ്തു, പക്ഷേ അവൻ്റെ ദേഷ്യം തീർന്നില്ലായിരുന്നു. मैं भाई को अपनी उपेक्षा का दंड देना चाहता था, എന്നെ ഒറ്റയ്ക്കാക്കിയതിൻ്റെ, എന്നെ ഉപേക്ഷിച്ചതിൻ്റെ ആ ഒരു ശിക്ഷ, ദണ്ഡ് ഏട്ടന് കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. ജ്യേഷ്ഠൻ തൻ്റെ ഉള്ളം കൈ വെച്ചിട്ട് അമർത്തി, നെറ്റി അമർത്തിയൊക്കെ പിടിച്ചു. പക്ഷേ അനിയന് ഇഷ്ടപ്പെട്ടില്ല. കാരണം അനിയന് ആ വെറുപ്പും ദേഷ്യം മനസ്സിലുണ്ട്. അപ്പോൾ ഒരു ശിക്ഷ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. മേനെ ഭായിക്കോ ജഡക് ദിയ, ഞാൻ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു? കുടഞ്ഞു. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ കുടഞ്ഞു. ഓർ ഖുദ്കോ ചുടാക്കർ ഘർ കി ഓർ ഭാഗ, എന്നിട്ട് ഞാൻ ഏട്ടനെ വിട്ടിട്ട് വീട്ടിലേക്ക് ഓടി. ഏട്ടനിൽ നിന്ന് ഞാൻ കുതിരി ഓടി. ഭായ് ഡർ ഗയത്തെ, ഏട്ടൻ വളരെ പേടിച്ചിരുന്നു. ഓർ ദൗഡ്കർ മുझे മനാനാ ചാഹത്തെ थे, തടയാൻ ശ്രമിച്ചു. ഏട്ടനും ഓടുന്നുണ്ടായിരുന്നു എൻ്റെ പിന്നാലെ. ലേക്കിൻ ഉനക്ക ദായേ പയർ, പോളിയോ का शिकार था इसलिए वे मेरे साथ दौड़ नहीं सकते थे. പക്ഷേ ഏട്ടന് അങ്ങനെ സ്പീഡിൽ ഓടാൻ സാധിക്കില്ല, കാരണം ഇടത്തെ കാലിനാണ് അദ്ദേഹത്തിന് പോളിയോ ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓടാൻ കഴിഞ്ഞിരുന്നില്ല. ഉन्होंने लंगड़ाकर दौड़ने की कोशिश भी की लेकिन वे गिर गए. പക്ഷേ ഓടാൻ ശ്രമിച്ചു, മുടന്തിക്കൊണ്ട് തന്നെ ഓടാൻ ശ്രമിച്ചു, പക്ഷേ വീണുപോയി. मेरी कमीज खून से भीग गई थी, എൻ്റെ കമ്മീസ് എന്ന് പറയുന്നത് തരം തോർത്താണ്. അത് ഖൂൻ സെ ഭീഗ് ഗൈ, രക്തം കൊണ്ട് നനഞ്ഞു. അതായത് ആ തോർത്ത് ഫുള്ള് രക്തം കൊണ്ട് മുങ്ങിയെന്നാണ് അർത്ഥം. സിർക്കെ ഭാൽ ഖൂൻ സെ ലിറ്റഡ് ഗയത്തി, അതുപോലെ തന്നെ തലമുടി രക്തം കൊണ്ട്
രക്തത്താൽ ലിത്തടുകയത്. ലിത്തടുകന എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചിരുന്നു. നമ്മുടെ നെറ്റിയിലൊക്കെ രക്തം വരാകുമ്പോൾ ആ രക്തം മുടി ഒട്ടിപ്പിടിക്കും. മാ മുझे देखकर डर गई और रोने लगी. അമ്മ എന്നെ കണ്ടിട്ട് ആകെ പേടിച്ചു, എന്നിട്ട് കരയാൻ തുടങ്ങി. പിതാജി घबराए हुए घाव पर पाउडर डालने लगे. അച്ഛൻ വന്നിട്ട് ഭയന്നുകൊണ്ട് അച്ഛനും വന്നു. എന്നിട്ട് ആ മുറിയിൽ ഗാവ് എന്ന് പറഞ്ഞ മുറി, പൗഡർ ഡാൽനെ ലगे, പൗഡർ ഇട്ട് തന്നു. മുറി ഉണങ്ങാനുള്ള അല്ലെങ്കിൽ ചോര നിൽക്കാനുള്ള ഒരു തരം പൗഡർ ഇടാൻ തുടങ്ങി. मैंने रोते हुए माँ को बताया कि मुझे भाई ने खड़बल से मारा है. ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, കി മുझे भाई ने खड़बल से मारा, എന്നെ ആ കുട്ടിയും കോലും വെച്ചിട്ട്, അതുകൊണ്ട് ആ വടി കൊണ്ട് എന്നെ അടിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെ തല പൊട്ടിയതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. തബി മേനെ ദേഖാ കി ഭായി ലങ്കടാത്തെ ഹുയെ ചലേ ഹരയത്തെ. പക്ഷേ അപ്പോഴൊന്നും ജ്യേഷ്ഠൻ അവിടെ വീട്ടിൽ എത്തിയിരുന്നില്ല. കാരണം മുടന്തി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ കണ്ടു. അഖേലെ, അതും ഒറ്റയ്ക്ക്. ഉനക്കോ ആശങ്ക ഹോഗി വേ ഡരേ ഹുയെ രഹേ ഹോഗി. എന്തോ ആശങ്കയിലാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലായി. വേ ഡരേ ഹുയെ രഹേ ഹോഗി, അതുപോലെ തന്നെ വല്ലാണ്ട് പേടിച്ചിരുന്നു കാണും. ഇപ്പോഴാണ് ഇതൊക്കെ ഓർത്ത് വിഷമിപ്പിക്കുകയാണ് ആര്? ഉദയപ്രകാശ്. ഭായ് ബാർ ബാർ കേത്തെ രഹേ കി മേനെ ഇസെ നഹി മാര. ഒരുപാട് തവണ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, ഞാനല്ല അടിച്ചത്. ലേക്കിൻ പിതാജി ഉനെ പീട്ടേ ജാ രഹേ തെ. പക്ഷേ അച്ഛൻ അദ്ദേഹത്തെ അടിച്ചുകൊണ്ടേയിരുന്നു. പീട്ടനടിക്കുക. ബായി റോ രഹേ തെ. ജ്യേഷ്ഠൻ കരഞ്ഞിരുന്നു. വെ സച്ച് ബോൾ രഹേ തെ. സത്യം പറയുന്നുണ്ടായിരുന്നു. ലേക്കിൻ ഉനെ സജാ മിൽ രഹി തി. പക്ഷേ ശിക്ഷ കിട്ടിക്കൊണ്ടേയിരുന്നു. അതങ്ങനെയാണ്. ചെറുപ്പത്തിലൊക്കെ നമുക്ക് ചെറിയ അനിയന്മാരും അനിയത്തിയൊക്കെ എന്ത് വികൃതി കളിച്ചാലും അടി കിട്ടുക ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കായിരിക്കും. मैंने भाई का चेहरा देखा, वे मेरी ओर देख रहे थे. ഞാൻ ജ്യേഷ്ഠൻ്റെ മുഖത്തേക്ക് നോക്കി. മുഖം കണ്ടപ്പോൾ വേ മേരി ഓർ ദേഖ് രഹേ തെ. എൻ്റെ അടുത്തേക്കാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നത് ആ സമയത്ത്. ഉൻകി ആങ്ക് ലാൽ തി. അദ്ദേഹത്തിൻ്റെ കണ്ണ് ചുവന്നിരുന്നു. और उनमें കരുണ ഖാദർദാത്തി. അതുപോലെ തന്നെ ആ കണ്ണുകളിൽ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. ഉദയപ്രകാശിന് കാണാൻ സാധിച്ചു കരുണയും ഖാദരതയും. ഖാദരത എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. ആ ദുഃഖം കാണാൻ സാധിച്ചു. ജൈസെ വേ മുജ്സെ യാചന കർ രഹേ ഹോ കി മേ സച്ച് ബോൽ ദൂം. ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ കരുണയും ദുഃഖവുമാണ് ഫീൽ ചെയ്തത് ഉദയപ്രകാശിന്. അതിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തോ യാചിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. എന്ത് യാചിക്കുന്നത്? സത്യം പറയാൻ. സച്ച് ബോൽ ദൂം. ലേക്കിൻ തബ് തക് ദേർ ഹോ ചുക്കി തി. പക്ഷേ അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരുന്നു. ഉനെ സജ മിൽ ചുക്കി തി. ശിക്ഷയൊക്കെ ലഭിച്ചു കഴിഞ്ഞു. फिर इतनी जल्द बात को बिल्कुल बदलना मुझे संभव भी नहीं लग रहा था. ഇനി ഞാൻ മാറ്റി പറയുക എന്ന് പറയുന്നത്, ഒരുപാട് സമയം കഴിഞ്ഞു, ഒരു ശിക്ഷയൊക്കെ കിട്ടിക്കഴിഞ്ഞു, അത് സംഭവമല്ലെന്ന് എനിക്ക് തോന്നി. ക്യാ പത്താ പിതാജി ഫിർ മുझे ഹി മാർനെ ലഗ്തെ. പിന്നെ എന്നെ അടിക്കുമെന്നുള്ള പേടി. ഞാൻ സത്യം പറഞ്ഞാൽ പിതാജി ഫിർ മുझे ഹി മാർനെ ലഗ്തെ, എന്നെ അടിക്കാൻ തുടങ്ങും. മേ ഡർ ഗയാ താ. ഞാൻ പേടിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞില്ല. ये घटना वर्षों पुरानी है. ഈ സംഭവം എന്ന് പറയുന്നത് ഒരുപാട് വർഷം മുന്നേ ഉള്ളതാണ്. लेकिन भाई की वे
कादर आंखें अब भी मुझे कभी कभी घूरने लगती हैं. ഈ സംഭവം ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. പക്ഷേ ബായിക്ക് വേ കാദർ ആങ്കെ, ആ ദുഃഖത്തോടെയുള്ള ആ കാദർത, ദുഃഖത്തോടെയുള്ള ആ കണ്ണുകൾ, അബിബി ഇന്നും എന്നെ ചിലപ്പോഴൊക്കെ കബി കബി ഘൂർണയിലെത്തി തുറിച്ചു നോക്കും. ഘൂർണ തുറിച്ചു നോക്കുക. യാചന കർത്തി ഹുയി, യാചിച്ചുകൊണ്ട്. സച്ച് ബോൾനേക്ക് ഭീക്ക് മാങ്ങത്തി ഹുയി, സത്യം പറയാനുള്ള ഭിക്ഷ യാചിച്ചുകൊണ്ട്, ഭിക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട്. മേരി സ്മൃതി മേ ജബ് ഭി വേ ആങ്കെ ജാഗ് ഉഠത്തി ഹെ, മേരി പൂരി ചേതന ഗ്ലാനി ബേചൈനി ഓർ അപരാധ ബോധ സെ ഭർ ഉഠത്തി. എൻ്റെ ഓർമ്മകളിൽ ആ കണ്ണുകൾ ഉണരുന്ന സമയത്ത് എൻ്റെ ശരീരം വേദനിച്ച് അസ്വസ്ഥനാകും. ഒരു അപരാധബോധം, ആ കുറ്റബോധം, അപരാധത്തിൻ്റെ ആ ഒരു കുറ്റബോധം, പശ്ചാത്താപം ഉണ്ടാകും. അത് ഉണ്ടാകാൻ തുടങ്ങും. मैं अपने इस अपराध के लिए क्षमा मांगना चाहता हूँ. ദേവാഷ് പറയുകയാണ്, ഞാൻ ഈ അപരാധം ചെയ്തതിന് ക്ഷമ യാചിക്കാൻ അല്ലെങ്കിൽ ക്ഷമ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വലിയൊരു അപരാധം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ജീവിതം മുഴുവൻ അതെന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നുള്ള തോന്നൽ. ഞാൻ കാരണം ജ്യേഷ്ഠന് ഒരുപാട് അടി കിട്ടി. കുറ്റക്കാരൻ ഫുൾ ജ്യേഷ്ഠനായി. ഈ അപരാധിക്ക് സജാ പാനാ ചാത്തും, ഈ ഒരു അപരാധത്തിൻ്റെ ശിക്ഷ വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. लेकिन अब तो मैं और पिताजी भी नहीं हैं. लेकिन अब तो माँ और पिताजी भी नहीं है. പക്ഷേ ഇപ്പോൾ അമ്മയുമില്ല അച്ഛനുമില്ല, മരിച്ചുപോയി. ജിൻസെ मैं ये बताऊं कि उस दिन ठीक ठीक क्या हुआ था. എന്താണ് ശരിക്കും നടന്നത്, സംഭവിച്ചത് എന്ന് പറയാൻ ഇപ്പോൾ അമ്മയുമില്ല അച്ഛനുമില്ല. भाई ही मुझे क्षमा कर सकते हैं जिन्हें मेरे झूठ का ദണ്ഡ് ഭോഗന പട. ജ്യേഷ്ഠനാണ് ഇനി എന്നോട് ക്ഷമിക്കാൻ സാധിക്കുള്ളൂ. അദ്ദേഹം എൻ്റെ കളവ്, എൻ്റെ ആ തെറ്റ് കാരണം, അസത്യം പറഞ്ഞത് കാരണമുള്ള ആ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ജ്യേഷ്ഠനാണ്. അപ്പോൾ ജ്യേഷ്ഠനെ എന്നോട് ഇനി ക്ഷമിക്കാൻ പറ്റുകയുള്ളൂ. उनसे मैंने ഈ ഘടന का जिक्र भी करना चाहा. ഞാൻ ഈ സംഭവം അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിച്ചു, ഓർമ്മിപ്പിക്കാൻ. लेकिन उन्हें वह घटना याद ही नहीं. പക്ഷെ ഞാനത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ സംഭവം ഓർമ്മ തന്നെ ഇല്ല. वे इसे बिल्कुल पूरी तरह भूल चुके हैं. അതൊക്കെ ജ്യേഷ്ഠൻ വളരെ മറന്നു കഴിഞ്ഞു, എപ്പോഴോ മറന്നു കഴിഞ്ഞു. तो इस अपराध के लिए मुझे क्षमा कौन कर सकता है. ഉദയപ്രകാശ് ചോദിക്കുകയാണ്, സ്വയം ചോദിക്കുകയാണ്, അപ്പോൾ ഈ തെറ്റ് ചെയ്തതിന് ആരാണ് എന്നോട് ക്ഷമിക്കുക. क्या ये ऐसा अपराध नहीं है जिसके बारे में लिया गया जो निर्णय था वह गलत और अन्यायपूर्ण था, लेकिन जिसे अब बदला नहीं जा सकता. എന്താ അത് ഇപ്രകാരമുള്ള ഒരു തെറ്റല്ലേ, ഒരു അപരാധമല്ലേ? അതിനെപ്പറ്റി ഉള്ള ആ ഒരു തീരുമാനം, അതുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനം, ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ശിക്ഷ ഉണ്ടായിരുന്നു. വഖലത്തുറ അന്യായപൂർണ്ണത, അത് തെറ്റും അന്യായവുമായിരുന്നു. ലേക്കിൻ ജിസെ അബ് ബദലാനേ ജാ സക്ത, പക്ഷെ അത് ഇനി മാറ്റാൻ സാധിക്കില്ലേ. വാവിട്ട വാക്ക് കൈവിട്ട ആയുധം, രണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി അത് നടക്കേണ്ടതൊക്കെ നടന്നു, ഇനി അത് മാറ്റാൻ കഴിയില്ലേ എന്ന് ചോദിക്കുകയാണ്. കാരണം അത്രയ്ക്കും വേദനയുണ്ട്, മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ സത്യസന്ധ
തെളിയിക്കാൻ, ജ്യേഷ്ഠൻ്റെ സത്യസന്ധത തെളിയിക്കാൻ ഇനി സാധിക്കില്ല എന്ന് അറിയാം. और क्या ये ऐसा अपराध नहीं है जिसे कभी भी क्षमा नहीं किया जा सकता? ഇത് ഇപ്രകാരമുള്ള ഒരു അപരാധമല്ലേ, ഈ അപരാധത്തോട് ക്ഷമിക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. സ്വയം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അത് അപ്രകാരമുള്ള തെറ്റാണോ? ക്ഷമിക്കാൻ പറ്റില്ലേ? ക്യോങ്കി ഇസസെ മുക്തി അബ് അസംഭവ് ഹോ ചുക്കി ഹെ. ഈ ഒരു വേദനയിൽ നിന്ന് മോക്ഷം, മുക്തി അബ് അസംഭവ് ഹോ ചുക്കി ഹെ, അത് ഇപ്പോൾ അസംഭവമാണ്. ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തെ ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നും ജ്യേഷ്ഠൻ അല്ലെങ്കിൽ നമ്മുടെ രക്തബന്ധങ്ങളെ കൂടെ ഉണ്ടാകും എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ബാല്യകാലത്തിൽ നമ്മൾ വികൃതികൾ ഒരുപാട് കാണിക്കും, വിവരമില്ലാത്ത സമയം. പക്ഷെ അത് ചിലതൊക്കെ നമ്മളെ ഹൃദയത്തെ വല്ലാണ്ട് വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കും. അപ്രകാരം ഒരു വേദനയാണ്, അല്ലെങ്കിൽ ഒരു ഘടനയാണ്, തൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ഘടനയാണ് ഇവിടെ ഉദയപ്രകാശ് അപരാധ് എന്ന് പറയുന്ന ഈ കഹാനിയിലൂടെ ചിത്രീകരിച്ചത്. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ധന്യവാദ്.